ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ ഇതുവരെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ എനിക്കും ഒരഭിപ്രായം ആ വിഷയത്തിൽ. ഒരു കള്ളനെ പോലെ അല്ലെങ്കിൽ ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെ ഒരു മനുഷ്യനെ പിടിക്കുന്നത് പോലെയാണ് പോലീസ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ചത്. അതിനുള്ള തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അദ്ദേഹത്തെ വളഞ്ഞ് പിടിക്കുവാനുള്ള കാരണങ്ങൾ അതും ഇവിടെ അന്വേഷിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ സിനിമാ സംബന്ധമായിട്ട് ചില ആരോപണങ്ങൾ ഒക്കെ വന്നു. അതിനകത്ത് പലരും ബലാത്സംഗത്തിൽ പെട്ടവരാണ്, ബലാത്സംഗം നടത്തിയവരാണ്. അങ്ങനെ പല കുറ്റങ്ങളും അവിടെ മേൽ ആരോപിച്ചു. അവർക്കെല്ലാം ജാമ്യം കിട്ടി, അല്ലേ? അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യമായി. എന്നിട്ടും അവർക്ക് ജാമ്യം കൊടുത്തു, അവരെ പുറത്തു വിട്ടു. വേറൊരു നടൻ സിദ്ദിഖ്, അദ്ദേഹം 15 വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ഹോട്ടലിലേക്ക് വിളിച്ച് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തെന്നാണ് ആ പെൺകുട്ടിയുടെ പരാതി. 15 വർഷത്തിന് മുമ്പ്. അത് ഇപ്പോഴാണത് വെളിപ്പെടുത്തുന്നത്. അപ്പം അദ്ദേഹത്തിന് ജാമ്യമില്ലാത്ത കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കോടതിക്ക് വ്യക്തമാണ്. അവർ കീഴ്ക്കോടതിയിൽ പോയി, അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അതിനെക്കുറിച്ച് വാദമുണ്ടായി. അദ്ദേഹത്തിന് ജാമ്യം നിൽക്കണം. വളരെ വ്യക്തമാണ് ആ കാര്യം. അദ്ദേഹം ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് വളരെ വ്യക്തമാണ്. അവിടെയാണ് സിദ്ദിഖിന് ജാമ്യം ലഭിച്ചത്. ഇവിടെ ആരോപണ വിധേയനായ ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം താമസിച്ചിടം വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഒരു ലെറ്റർ അയച്ചാൽ അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിലെത്തും. അതിനുള്ള കാര്യമേ ഉള്ളൂ. അദ്ദേഹം ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, ആരുടെയും വളം മോഷ്ടിച്ചിട്ടില്ല, ആരെയും അതിക്രമിച്ച് കയറി പിടിച്ചിട്ടില്ല. ഇതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. വളരെ വ്യക്തമാണ്. അദ്ദേഹത്തെ എപ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ കോടതിയിലായ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അദ്ദേഹത്തിന്? അപ്പം നമ്മുടെ മുമ്പിൽ ഇതിനും വലിയ തെറ്റ് ചെയ്തവർ, കുറ്റം ചെയ്തവർക്ക് ജാമ്യം ലഭിച്ചവർക്ക് ഒരു കുറ്റവും ചെയ്യാത്ത ഒരു വ്യക്തി 14 ദിവസത്തെ റിമാൻഡ് പ്രഖ്യാപനം. ആലോചിച്ച് നോക്കി, ഇതെന്തൊരു നീതിയാണ്? ഇത് ന്യായമാണോ? ജനങ്ങളിത് സംസാര വിഷയമാക്കേണ്ടതാണ്, അല്ലേ? ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. അദ്ദേഹം അതിനുള്ള തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല? അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ സ്ത്രീ എത്ര സന്തോഷത്തോടെയാണ് അതിനകത്ത് ഇടപെട്ടത്, ആ ചടങ്ങുകളിൽ ബന്ധപ്പെട്ടത്. അവർ രണ്ടുപേരും അവിടെ ഡാൻസ് ചെയ്യുന്നു. ഇത്രയല്ലേ അവർ
ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റം അത്രയെല്ലാം ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ കുറ്റങ്ങളൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. പിന്നെ ഈ നടിയെന്ന് പറയുന്നത്, ഞാനവളുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല, എങ്കിലും നടിയെന്ന് പറയുന്നത്, ഒരു നടി സിനിമയിൽ അഭിനയിച്ചാൽ ആ നടിയെ ആരും തൊടത്തില്ലേ? എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക. അതിനകത്ത് അഭിനയിക്കുന്ന നടന്മാരാരും അവരെ സ്പർശിക്കത്തില്ലയോ, തൊടത്തില്ലയോ? അപ്പം അതെന്ത് സിനിമയാണ് അവരഭിനയിക്കുന്നത്? അത് നമുക്കറിയത്തില്ല. ഇവിടെ കോടിക്കണക്കിന് രൂപ ഉദ്ഘാടനത്തിന് കൈപ്പറ്റിയിട്ട് 5 മാസമായി ഈ സംഭവം നടക്കുന്നത്. അന്ന് അവർക്ക് പരാതിയില്ലായിരുന്നു. എന്തുകൊണ്ട് അന്ന് അവർക്കത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവർ പരാതിപ്പെടാഞ്ഞതിൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഈ 5 മാസം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് എന്നെ സ്പർശിച്ചു, എന്നെ തൊട്ടു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവർ കേസ് ഫയൽ ചെയ്ത്. എന്താണ് എൻ്റെ കാര്യം? അവർ മാന്യതയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണമായിരുന്നു. ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് വാങ്ങിയ കാശ് കൊടുത്തിട്ട് വേണമായിരുന്നു അവർ കേസ് ഫയൽ ചെയ്യാൻ. അതല്ലേ വേണ്ടത്? എന്നാൽ നമ്മൾ അംഗീകരിക്കാൻ, തൻ്റെ കാശ് എനിക്ക് വേണ്ടി, താൻ മറ്റുദ്ദേശത്തോടു കൂടിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവർക്ക് ഒഴിയാമായിരുന്നല്ലോ. അല്ല, അവിടെ വെച്ച് തന്നെ പൈസ വലിച്ചെറിയാമായിരുന്നല്ലോ. എന്താ അവർ ചെയ്യാൻ? അപ്പോൾ ആ പൈസ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട്, കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമായിട്ട് വരും. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവരെങ്ങനെ വന്നാലും അവർക്ക് പ്രശ്നമില്ല. പുരുഷനാണ് വിഷയം. ദൈവം കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാണ്? നാക്കൊക്കെ തന്നിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് സംസാരിക്കാനും കാണുവാനും ഒക്കെയാണ് ദൈവം നമ്മളെങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സ്ത്രീ ഒരു പർദ്ദയിട്ടുകൊണ്ട് അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടി പോലും അവിടെ വരും? ഒരിക്കലും വരത്തില്ല. അവർക്കവരെ കാണണ്ട. അപ്പോൾ അവരെ ആകർഷിക്കാൻ അവർ ചില ഡ്രസ്സുകളിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ പബ്ലിക്കിൽ വന്ന് നിന്ന് കോപ്രായങ്ങൾ കാണിച്ച് ഡാൻസും ചെയ്ത് പോയിട്ട് അദ്ദേഹം പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്ത് അദ്ദേഹത്തെ ജയിലിലടച്ച്. ഇത് ന്യായമാണ്? ഇത് അന്യായമല്ലേ ഇത് ചെയ്തത്? തെറ്റ് ചെയ്തവർ, അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തുപോയി. മുൻകൂർ ജാമ്യം അവർക്ക് കൊടുക്കുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ത് തെറ്റാണ് ചെയ്തത്? ആ മനുഷ്യൻ ആരെങ്കിലും പീഡിപ്പിച്ചോ, ബലാത്സംഗം ചെയ്തോ, അല്ലെങ്കിൽ കയറി പിടിച്ചോ? ഒന്നുമില്ലല്ലോ. എങ്കിൽ പറയാ, അങ്ങനായിരുന്നുവെങ്കിൽ ആ മനുഷ്യനെ ഓടിച്ചിട്ട് പ്രിയിട്ടപ്പോൾ പിന്നെ കുറേ ചാനലുകൾ പണത്തിൻ്റെ ഹുങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് അയാൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ ആ വരുമാനം കൊണ്ട്, ആ ജോലി കൊണ്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഒളിച്ചു വെക്കേണ്ട ഒന്നുമില്ല, അല്ലേ? അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രഹസ്യത്തിലൊന്നുമല്ല, പബ്ലിക്കിലാണ്, ജനങ്ങളുടെ മുമ്പിലാണ്. ഒരു തുറന്ന പുസ്തകം പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. നമുക്കെല്ലാം അറിയാം. അയാൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അയാൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്. രാജ്യത്തിന് ഏത് ഭാഗത്ത് പോയാലും അദ്ദേഹത്തിന് ആ രീതിയിൽ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തിന് പോകാം. അതിനൊന്നും പോകുന്നില്ലല്ലോ. ലളിതമായ വസ്ത്രം ധരിച്ച് പണത്തിൻ്റെ ഉങ്കൊന്നും അയാൾ കാണിക്കുന്നില്ല. ഒരു ചട്ടയും മുണ്ടുമാണ് അദ്ദേഹം ഉടുക്കുന്നത്. അപ്പം നിങ്ങൾ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുക. പണത്തിൻ്റെ ഉങ്ക്. എന്താണ് പണത്തിൻ്റെ ഉങ്ക്? അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, അല്ലേ? അത് മോട്ടിച്ചൊന്നും അല്ലല്ലോ, പിടിച്ചു പറിച്ചൊന്നും അല്ലല്ലോ.
അല്ലെങ്കിൽ അന്യായമായിട്ടുണ്ടാക്കിയ കാശൊന്നുമല്ലല്ലോ. അയാൾ അധ്വാനിച്ച്, അയാൾ ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് അയാൾ സമ്പാദിക്കുന്നു. അപ്പോൾ അയാളെ വളരെ മോശമായി ചാനലുകാർ ചിത്രീകരിക്കുക. എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞുണ്ടാക്കുന്നത്? അദ്ദേഹം ഒരു തുറന്ന പുസ്തകം തന്നെ. അയാളുടെ സംസാരവും അയാൾ ഇടപെടുന്ന എല്ലാം പബ്ലിക്കിലാണ്. അതിവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പം ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു കടയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അയാൾ മോശമായി എന്തെങ്കിലും കാണിക്കുമോ? അങ്ങനെ അയാൾ ചെയ്യുമോ? അത് അയാളുടെ ബിസിനസ്സിനെ ബാധിക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ കാര്യങ്ങൾ ചില ചാനലുകളും എന്തുവാ ഇവിടെ ഒന്നും കാര്യം എന്നൊക്കെ പറയാനൊക്കത്തില്ല. പിന്നെ ചില ചെറിയ ചാനലുകളൊക്കെ വന്നിരുന്ന സ്ത്രീകൾ, പുരുഷന്മാരെല്ലാം ഏതോ ഞരമ്പ് രോഗികളാണ്. പുരുഷന്മാരിത് കാണുന്നതുകൊണ്ടാണോ ഞരമ്പ് രോഗികളെന്ന് വിളിക്കുന്നത്? കാണിക്കുന്നവർ ഞരമ്പ് രോഗിയല്ലേ? ജനത്തെ ആകർഷിക്കാൻ, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പബ്ലിക്കിൽ വരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് അതൊരു ഞരമ്പ് രോഗമല്ലേ? അത് ജനങ്ങളെ ആകർഷിക്കാനല്ലേ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നത്? ഞാൻ പോയി പറഞ്ഞൊരു പർദ്ദ ഇട്ടുകൊണ്ട് വന്നാൽ ഏതെങ്കിലും പട്ടികൾ അവിടെ ചെല്ലുമോ കാണാൻ? ആരും ചെല്ലത്തില്ല. അപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ആരെല്ലാം അവിടെ വരുന്നത്? അപ്പൻ്റെ പ്രായമുള്ളവർ, മക്കളുടെ പ്രായമുള്ളവർ, സഹോദരങ്ങളുടെ പ്രായമുള്ളവർ, ഇവരെല്ലാം വരുന്നിടത്താണ് ഇങ്ങനെയുള്ള ഡ്രസ്സുമൊക്കെ ഇട്ട് കൊണ്ട് കാണിച്ച് കാശ് മേടിച്ചുകൊണ്ട് പോകുന്നത്. പൊയ്ക്കോ, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ആരും അതിനെ എതിർക്കുന്നില്ല. ആരെങ്കിലും എതിർത്തോ? ഇല്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ, അയാൾ ചെയ്ത തെറ്റ് നിങ്ങളെ അവരുടെ കടയുടെ ഉദ്ഘാടനത്തിന് കോടികൾ മുടക്കി വിളിച്ചുകൊണ്ട് വന്ന് അത് ചെയ്തതിന് അയാൾക്കുള്ള ശിക്ഷ ഇപ്പോൾ അയാൾക്ക് കിട്ടിയത്. നിങ്ങൾ അന്തസ്സുള്ളവരാണെങ്കിൽ ആ കാശ് തിരിച്ച് അയാൾ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു. അയാൾ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ആ പൈസ എറിയണമായിരുന്നു എൻ്റെ മുഖത്ത്. നിങ്ങൾക്ക് അത് ചെയ്യണമായിരുന്നല്ലോ. അപ്പം തെറ്റ് നിങ്ങളുടെ കയ്യിലാണ്. ഗോപി ചെമ്മണ്ണൂരിൻ്റെ കയ്യിലല്ല തെറ്റ് നിങ്ങളുടെ കയ്യിലാണ്. അല്ലെങ്കിൽ ഈ 5 മാസം മുമ്പ് നടന്ന ആ വിഷയം നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നു? അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം നിങ്ങളിലുണ്ട് ഇല്ലേ? ഇപ്പം നിങ്ങളേതോ ഒരു ഫിലിം ഉദ്ഘാടനം നടത്തുന്ന റിലീസാകുന്നതെന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു കേൾവി. അതിന് പബ്ലിസിറ്റി നിങ്ങൾ കൊടുത്തതാണ് ഈ പ്രയോഗം എന്നാണ് ഇപ്പം ജനങ്ങൾ പറയുന്നത്. ഇതാണോ പബ്ലിസിറ്റി? നിങ്ങൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ കാണും. നല്ല അഭിനയമാണെങ്കിൽ അത് ജനങ്ങൾ കാണും. അത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു നിരപരാധി പേരിൽ ഇത്രമാത്രം കുറ്റങ്ങൾ ആരോപിച്ച് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെ ഈ വേട്ടയാടുന്ന ഈ സ്വഭാവമുണ്ടല്ലോ, ഇതൊരിക്കലും യോജിച്ചല്ല. ചാനലുകാർ എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, മറ്റു നടന്മാരെക്കുറിച്ച് നിങ്ങളിങ്ങനെ സംസാരിച്ചില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇത്രമാത്രം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നു. ചില ചാനലുകളായിരുന്നു അദ്ദേഹം കാരാഗ്രഹത്തിൽ പോയി കിടക്കുന്നു. കഷ്ടം. എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത്? നിങ്ങൾ എന്തെല്ലാമായി വിളിച്ചു പറയുന്നത്? ജനങ്ങളുടെ കൂടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അയാളങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് പബ്ലിക്കിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഏതായാലും ഇവരൊരു നടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു നടി അഭിനയിക്കുമ്പോൾ ആ പടത്തിൽ ആരെങ്കിലുമൊക്കെ തൊടാതിരിക്കുമോ? അല്ലെങ്കിൽ പിടിക്കാതിരിക്കുമോ?
അതെല്ലാം സിനിമയിൽ വരും ഉണ്ടാകേണ്ട കാര്യങ്ങളല്ലേ, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ ചെമ്മണ്ണൂർ കയ്യെ പിടിച്ചൊന്ന് കറക്കി കുന്തിദേവി എന്ന് പറഞ്ഞു. എന്തുവായി കുന്തിദേവി എനിക്കറിയത്തില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക് എന്തുവായി കുന്തി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. മോശമായ പേരാണോ കുന്തി, അല്ലെങ്കിൽ മോശമായ ഒരു കഥാപാത്രമാണോ? അയാളതൊന്നും ഉദ്ദേശിച്ചല്ല സംസാരിച്ചത്. ഇവരെ താറടിക്കാനോ അല്ലെങ്കിൽ ഇവരെ മോശമായി ചിത്രിക്കാനൊന്നുമല്ല അദ്ദേഹം തുനിഞ്ഞത്. അദ്ദേഹം ഒരു ഉപമ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നു ചാനലുകാർ അദ്ദേഹത്തെ ഒരു വലിയ കുറ്റവാളിയാക്കി മാറ്റും. അയാളെ റേപ്പ് ചെയ്തു, അല്ലെ അയാളെ മോഷ്ടിച്ചു, അല്ലെ ഒരു കൊലപാതകിയാണ് അദ്ദേഹം, അല്ലെ ഒരു പിടിച്ചുപറിക്കാരനാണ്, ഒന്നും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തുവാനുള്ള ഈ തറവേലയുണ്ട്. ഇതൊരിക്കലും ശരിയുള്ള കാര്യമല്ല. എത്ര കുറ്റവാളികൾ ഇവിടെ നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ. അവരൊക്കെ കുറ്റം ചെയ്തവരാ. അവരെ ഈ രീതിയിൽ കണ്ടില്ലല്ലോ നിങ്ങൾ, ഈ രീതിയിൽ നിങ്ങൾ ആക്ഷേപിച്ചില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ പിടിച്ച് ജയിലിട്ടിട്ട് അയാൾ പണക്കാരനാണ്, പണത്തിൻ്റെ ഉങ്ക കാണിക്കുന്നു പറഞ്ഞ് അദ്ദേഹത്തെ ചിത്രീകരിക്കുക. ഇത് ചാനലുകാർക്ക് യോജിച്ച പരിപാടിയൊന്നുമല്ല. അയാൾ നിരപരാധിയാണ്, അയാൾ വെളിയിൽ വരും. ഇത്രയോ എനിക്ക് പറയാനുള്ളൂ ആ കാര്യത്തിൽ.